കർത്താവ് കഴിഞ്ഞൊരാഴ്ച നമ്മളെ സൂക്ഷിച്ചു. Hallelujah. പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ഒക്കെ കുറച്ച് ആളുകൾക്കെങ്കിലും ദൈവം കൃപ ചെയ്തു. എല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം. Thank and praise God because God enabled last week all of us be safe and also helped a few of us to fast and pray. കുഞ്ഞുങ്ങളി ആഴ്ച ഇന്ത്യയിലേക്ക് യാത്രയാകുന്നു. ഈ ചെറിയ കാലം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് ചില ആത്മീയ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ കർത്താവ് പ്രത്യേകിച്ച് ഈ ഒരു വരവിൽ ഇടവരുത്തി. ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം. Kurian Angelo was also worshipping with us, and this time I got several chances to discuss with him certain scripture and the scriptural matters, and I thank and praise God for his visit. ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹോളി കമ്മ്യൂണിയൻ ഉള്ളതുകൊണ്ട് ലോങ് സെർമൺ ടൈം ഇല്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. Since there is the Lord's table with us, there is not a long time to hear from the word of God. ഞാൻ ഈ കഴിഞ്ഞ 2 വീക്സ് ആയിട്ട് സാധാരണയേക്കാൾ കൂടുതൽ സമയം വേദപുസ്തകം വായിക്കാനും പ്രാർത്ഥിക്കാനും അതിൻ്റെ വ്യാഖ്യാനം എഴുതാനും ഒക്കെ ദൈവം എന്നോട് കരുണ കാണിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് For the past 2 weeks, more than from the past, I was able to meditate and also prepare from the word of God for longer period of time. ഞാൻ ഈ സൺഡേയിലേക്ക് വെരി ഓണസ്റ്റ് 3 വേദപുസ്തകത്തിൻ്റെ പാസേജ് പ്രിപ്പയർ ചെയ്ത് 3 passages. For this Sunday, I actually, to be honest, I prepared 3 sermons. ഒരെണ്ണം എക്സഡസിൽ നിന്നാണ്, വരുന്ന ആഴ്ചയിൽ പറയാൻ ദൈവം വെച്ചാൽ. One was from Exodus. മറ്റൊന്ന് എഫീഷ്യൻസ് ചാപ്റ്റർ 1, ദാറ്റ് ഓൾ ചാപ്റ്റർ പഠിക്കാനായിട്ട് കർത്താവ് ഒരുവിധം എന്നോട് കരുണ കാണിച്ചു. And the other one was from Ephesians chapter 1, the whole chapter I was able to study well. മറ്റൊരു പ്രധാനപ്പെട്ട നിലയിൽ ഞാൻ പഠിക്കാനായിട്ട് കർത്താവ് ചെയ്തത് ദ ഡോക്ട്രിൻ ഓഫ് സാൽവേഷൻ എന്നൊരു ടോപ്പിക്ക് ചർച്ചിൽ പറയണമെന്ന് എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്. അത് എത്രമാത്രം നിങ്ങൾ റിസീവ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ദ ഡോക്ട്രിൻ ഓഫ് സാൽവേഷൻ ഒരു ലോങ് സീരിയസ് ആയിട്ട് വേദപുസ്തകത്തിലൂടെ വളരെ വായിക്കാനും പഠിക്കാനും കർത്താവിന് മഹത്വം കൊടുക്കാനും ദൈവം എനിക്ക് കൃപ നൽകി. Another topic is the doctrine of salvation, that also God enabled me to thank him after studying that, and also I don't know how much you receive it, but I prepared really well. അതൊന്നും ഇന്ന് പറയാനായിട്ടുള്ള സമയം ഞാൻ എടുക്കുന്നില്ല. I'm not going to take any time for discussing any of those 3 topics. ഒരു ടോപ്പിക്കൽ സർമൺ ഇന്നലെ പകലും വൈകിട്ടും ഒക്കെ ഞാൻ അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു ടോപ്പിക്കൽ സർമൺ വളരെ ലളിതമായിട്ടൊരു കാര്യം പെട്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എനിക്കൊന്നൊരു 30-35 ബൈബിൾ വേഴ്സസ് ഞാൻ പറയും. നിങ്ങൾ നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാം. ഇതെൻ്റെ ജീവിതത്തിൽ വളരെ സ്വാധീനിച്ച ചില കാര്യങ്ങളാണ്. A simple topical sermon I am going to deliver today, and there are a couple of verses I am going to say. Those who are taking notes, please take notes if it is possible, because it is very beneficial in my practical life. 2 വാക്യം വായിച്ച് തുടങ്ങാനായിട്ട് പോവുകയാണ്. 2 verses. For the beginning, we are going to read 2 verses. സങ്കീർത്തനം 27:8 105 സങ്കീർത്തനം 4 വാക്യം. Psalm number 27 verse 8 and Psalm number 105 verse 4. 2 വാക്യവും ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 27 സങ്കീർത്തനം 8 വാക്യം. എൻ്റെ മുഖം അന്വേഷിക്കുവിനെന്ന് നിന്നിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു. 105 സങ്കീർത്തനം 4 വാക്യം. 105 verse 4. യഹോവയെയും അവൻ്റെ ബലത്തെയും തിരയുവീൻ, അവൻ്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിക്കുവീൻ. Psalms chapter 27, number 27 verse 8. When you said, seek my face, my heart said to you, your face, O Lord, I shall seek. Psalm number 105, 4. Seek the Lord and his strength, seek his face continually. ഞാനിത് നിങ്ങളോട് പറയാനായിട്ട് പോകുന്ന കാര്യം സീക്കിംഗ് ദ ഫേസ് ഓഫ് ദ ലോർഡ് ഇൻ ഓൾ അവർ സിറ്റുവേഷൻസ്. The topic is seeking the face of our God in all situations. സത്യത്തിൽ നമ്മൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ്. വേദപുസ്തകത്തിൻ്റെ ഓവറോൾ ഒരു മീനിങ് ഫാസ്റ്റിങ്ങിന് കൊടുത്താൽ സീക്കിംഗ് ദ ഫേസ് ഓഫ് ദ ലോർഡ്, ദാറ്റ് ഈസ് ഫാസ്റ്റിംഗ്. Since we are in fasting and prayer, overall meaning of fasting is seeking the face of God. പ്രിയപ്പെട്ടവരെ, ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ചെയ്യുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളെയും മാറ്റിവെച്ചിട്ട്
ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുകയാണ്. When a person fasts, that person is removing or excluding everything else from their life and seeking after God's own face. നമ്മൾ വായിച്ച 27-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യത്തിനകത്ത് ദൈവത്തിൻ്റെ മുഖം അന്വേഷിപ്പിൻ എന്നുള്ളത് ഒരു കമാൻഡായിട്ടാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞേക്കുന്നത്. ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുക. We can see in Psalm 27 verse 8, Holy Spirit is in a command or an imperative tone. It is saying that seek my face. 105-ാം സങ്കീർത്തനത്തിൽ വായിച്ചത് ഇടയ്ക്കിടയ്ക്ക് മുഖം അന്വേഷിക്കുക എന്നല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇടവിടാതെ ജീവിതത്തിന്റെ എല്ലാ സമയത്തും ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക. Again in Psalm 105:4 it is mentioned like seek his face continually. നിങ്ങൾക്കറിയാവുന്ന ഒരു വാചകമാകാം. 15th and 16th സെഞ്ചുറിയിൽ റിഫോർമേഷൻ ദൈവസഭയ്ക്കുണ്ടായപ്പോൾ അന്നത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്രേസ് ഉണ്ടായിരുന്നു, കോറം ഡിയോ എന്നാണ് അതിന് ലാറ്റിനിൽ പറയുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം ലിവിങ് ബിഫോർ ദ ഫേസ് ഓഫ് ഗോഡ് എന്നായിരുന്നു. Amen. Coram Deo, a phrase was there and its meaning is seeking the face. Seeking the face of God. Seeking ഇന്ന് the face of God. അതേ കാര്യമാണ് എനിക്ക് ദൈവസഭയോട് പറയാനായിട്ടുള്ളത്. ദൈവമുഖത്തിന് മുമ്പാകെ നമുക്ക് ജീവിക്കാം. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യത്തിലും, ഏത് ക്രൈസിസിലും, ഏത് സന്തോഷത്തിലും, ഏത് വേദനയിലും നമ്മോടുള്ള ദൈവത്തിൻ്റെ കൽപ്പനയാണ് എൻ്റെ മുഖം അന്വേഷിക്കുക. എപ്പോഴൊക്കെയാണ് അന്വേഷിക്കേണ്ടത്? ഇടവിടാതെ അന്വേഷിക്കുക. It is a commandment from God that seek his face, and when do we need to seek his face? Seek his face continually. എന്താ ദൈവമുഖം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? What is the meaning of seeking a face? ഒരാളുടെ of God? മുഖം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ seeking that person. What the real meaning of seeking a person's face is, we are seeking that person. ആ വ്യക്തിയുടെ ആട്രിബ്യൂട്ട്സ് മനസ്സിലാക്കി, ആ ദൈവത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി അദ്ദേഹത്തെ അന്വേഷിക്കുക എന്നതാണ് സീക്കിംഗ് ദ ഫേസ് ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ The അർത്ഥം. meaning of seeking the face of God means understanding the attributes of that person and seeking that person sincerely. ഞാനൊരു 5 സബ് പോയിന്റ് ആയിട്ട് ചില കാര്യങ്ങൾ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. And I'm going to deliver 5 sub points, and please listen me. ഞാൻ ഓണസ്റ്റ് ആയിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ എല്ലാവരോടും. ഒരല്പം കൂടെ ഒന്ന് ആക്റ്റീവായിട്ടിരിക്കാമോ? വലിയ സാധാരണ പറയുന്ന പോലെ 1, 2, 3 അങ്ങനെ പോയിന്റ് ഒന്നുമല്ല. ഞാൻ റാൻഡമായിട്ട് കുറച്ച് കാര്യം പറയാൻ പോവാം. Amen. Hallelujah. നമ്മളെപ്പോഴാണ് നോർമലി ദൈവമുഖം അന്വേഷിക്കുന്നത്? Let me ask you an honest question. When do we really seek God's face? എല്ലാവരും അവരോട് തന്നെ ഒരു ഉത്തരം പറഞ്ഞാൽ മതി. എപ്പോഴാണ് നമ്മൾ ദൈവമുഖം അന്വേഷിക്കുന്നത്? എപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ചൂടുണ്ടാകുന്നത്? എപ്പോഴാണ് നമ്മൾ ആഹാരം കഴിക്കാൻ മറന്നു പോകുന്നത്? Let us ask ourselves, when are we seeking so earnestly God that we even forget to eat or drink? When are we seeking like that? 77-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിനകത്ത് അതേ കാര്യം പറയുന്നുണ്ട്. കഷ്ട ദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു, രാത്രിയിൽ എൻ്റെ കൈ തളരാതെ മലർത്തിയിരുന്നു. 77-ാം സങ്കീർത്തനം 2-ാം വാക്യം. Psalm 77 verse 2. Asaph is saying that in the day of my trouble I sought the Lord, in the night my hand was stretched out without weariness. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ച് ഇത് വളരെ സത്യമാണ്. ശരിയാണെന്ന് ഞാൻ പറയുന്ന കാര്യം. ജീവിതത്തിൽ ക്രൈസിസ് ഉണ്ടാകുമ്പോഴാണ്, ജീവിതത്തിൽ കഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മളെല്ലാവരും ദൈവമുഖം അന്വേഷിക്കുന്നത്. It is very, very true with respect to our own nature. As a human nature, whenever there is a trouble arise, at that time they will seek the Lord. അതുകൊണ്ട് നമുക്കിങ്ങനെ പറയാം, ദൈവമുഖം അന്വേഷിക്കാൻ കഷ്ടത മുഖാന്തരമായി തീരുന്നെങ്കിൽ അതൊരു ബ്ലെസ്സിംഗ് ആണ്. And so we can say in this way, if a trouble causes you to seek after God, that is a blessing for you. ഞാൻ അതിനെ എൻ്റെ ഒരു വേർഷനിൽ പറയാം, ഈ സഫറിങ് causes us to seek Amen. the Lord's face. Amen. That is a suffering. That suffering is a blessing. Amen. Hallelujah. ജീവിതത്തിലെ കഷ്ടതകൾ ദൈവത്തെ അന്വേഷിക്കാൻ, കർത്താവിനോട് അടുത്ത് ചെല്ലാൻ ഇടവരുത്തുന്നു എങ്കിൽ ആ കഷ്ടത ഒരനുഗ്രഹമാണ്. സങ്കീർത്തനം 119 ഒരു വാക്യമുണ്ട്, ബിഫോർ ഐ വാസ് അഫ്ലിക്റ്റഡ് ഐ വെന്റ് അസ്ട്രേ ബട്ട് നൗ ഐ കീപ് യുവർ വേർഡ്. കഷ്ടതയിലാകുന്നതിന് മുമ്പ് ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു. Amen.
and always think that if a trouble or a trial or anything makes you to go to the Lord more or seek Him more, then that trials are really a blessing. എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്നൊരു കാര്യം പറയാനായിട്ട് പറ്റും. ജീവിതത്തിലെ കഷ്ടങ്ങൾ പല സന്ദർഭങ്ങളിലും ഗുണമായിട്ടുണ്ട്. കർത്താവിനെ അന്വേഷിക്കാൻ, കർത്താവിനോട് അടുക്കാൻ, കർത്താവിൻ്റെ ആട്രിബ്യൂട്ട്സ് മനസ്സിലാക്കാൻ, കർത്താവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനൊക്കെ ചില കഷ്ടങ്ങൾ സഹായിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആസാഫ് അതുകൊണ്ടാണ് പറഞ്ഞത്, കഷ്ട ദിവസത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, രാത്രിയിൽ എൻ്റെ കൈകൾ തളരാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി മലർന്നിരുന്നു. In my personal experience, I can very honestly say that all the troubles which happened in my life made me to seek the face of the Lord very earnestly. Similar to what Asaph is saying here, in the day of his trouble, he sought the Lord. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിങ്ങൾക്ക് പറയാനായിട്ട് അനുഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? Maybe you ജീവിതത്തിലെ നമുക്കൊക്കെ വേദനയൊക്കെ വന്നില്ലായിരുന്നു, നമ്മൾ എത്ര വലിയ പുള്ളികളായി പോയെന്നറിയാമോ? in all of our life, if there were not troubles, we would have been so far away from the Lord. അതുകൊണ്ട് സാം 190 വായിച്ചതുപോലെ, ഞാൻ കഷ്ടതയിലാകുന്നതിന് മുമ്പ് തെറ്റിപ്പോയി, താങ്ക് ഗോഡ് ഇപ്പം നിൻ്റെ വചനം അനുസരിക്കാൻ എന്നെ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ വേദനകൾക്കും നന്ദി നാഥ, സ്തോത്രം, പ്രൈസ് ലോർഡ്. എപ്പോഴാണ് നമ്മൾ കർത്താവിനെ അന്വേഷിക്കുന്നത്? കഷ്ടങ്ങളുടെ നടുവിലാണ്. ഒന്നാമത്തെ കാര്യം. When are we seeking the Lord? During the time of trouble, a person usually seek after God. ഒരു ഓൾഡ് ടെസ്റ്റമെന്റിൽ മനശ്ശെ എന്ന ഒരു ദുഷ്ട രാജാവിനെ വായിക്കുന്നുണ്ട്. 2 Chronicles 33 അത് മുഴുവൻ വായിച്ചാൽ വായിക്കേണ്ട ഒരു വാക്യം പോലും വായിക്കാൻ സമയമില്ല. മനശ്ശെ എന്ന ഒരു ദുഷ്ട രാജാവിനെ കാണാം. We can see in the book of 2 Chronicles chapter 33, Manasseh, a wicked king. അവിടെ നമ്മൾ വായിക്കുന്ന മനശ്ശെയെ പറ്റി വായിക്കുന്ന കാര്യമുണ്ട്, പിതാക്കന്മാരെ പോലെ ദൈവ വഴികളിൽ നടന്നില്ല. He didn't even walk in the ways of his forefathers. അവൻ അങ്ങനെ നടന്നില്ലെന്ന് മാത്രമല്ല, അവൻ ദൈവത്തിന്റെ വഴികളിലേക്ക് ജനം നടക്കാതിരിക്കാൻ തന്നാലാവതെല്ലാം ചെയ്തു. And he actually not only followed after his own forefathers, but he did evil in the sight of the Lord in order to turn people back to idols. അവൻ ദൈവത്തെ അനുസരിച്ചില്ലെന്ന് മാത്രമല്ല, ദൈവത്തെ അനുസരിക്കാൻ വരുന്നവരെ സമ്മതിച്ചില്ല. Not only he approached God or sought after God, but he didn't allow people also to seek after God. വളരെ വിക്കഡ് റൂളർ ആയിരുന്നു മനശ്ശെ. Manasseh was a very wicked ruler. പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു പ്രയോഗമുണ്ട്, ജാതികളെക്കാളും അവൻ ദൈവജനത്തോട് ദോഷം ചെയ്തു, ദൈവനാമത്തെ അപകീർത്തിപ്പെടുത്തി എന്നൊരു പ്രയോഗമുണ്ട്. അതിൻ്റെ 6-ാം വാക്യം, ചാപ്റ്റർ 33 verse 6 and verse number 9 and verse number 12 ഒക്കെ വായിച്ചാൽ അറിയാം എത്രമാത്രം ദുഷ്ടത ചെയ്യാമോ അത്രയും ദുഷ്ടത ചെയ്തൊരു വ്യക്തി. We can see in verse 6, he did much evil in the sight of the Lord, provoking Lord to anger. He did all wicked things. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ വളരെ സ്നേഹമുള്ളൊരു ഹൃദയം ആ ചാപ്റ്റർ 33-ക്കകത്തുണ്ട്. ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞ് ഒരു ദിവസം മനശ്ശെയ്ക്ക് ദൈവം ഒരു ബോധ്യം കൊടുത്തപ്പോൾ അവൻ്റെ ജീവിതത്തിലെ തെറ്റുകളെല്ലാം പറഞ്ഞ് ഉപേക്ഷിച്ചു. ദൈവം ചെയ്തത് എന്നാണെന്നറിയാമോ? ആ ദുഷ്ടനായവനെ റീസ്റ്റോർ ചെയ്തു. And when God actually touched Manasseh, he humbled himself, and when he was in distress, he entreated the Lord his God and humbled. So God had mercy on him and he rescued Manasseh. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ആരെയും കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല, പക്ഷേ അവരവർക്കറിയാം നമ്മൾ ദൈവവഴിയിലാണോ എന്നുള്ള കാര്യം. അവരവർക്കറിയാം ഞാൻ കർത്താവിൽ നിന്ന് അകന്നാണോ ഇരിക്കുന്നത്. അവരവർക്കറിയാം ഞാൻ എത്രമാത്രം ഡിസ്റ്റൻസ് ആണ് കർത്താവിൽ നിന്നുള്ളത്. പക്ഷെ എത്ര അകന്നു പോയാലും മനശ്ശെയെ റീസ്റ്റോർ ചെയ്ത ദൈവം നമ്മെയും റീസ്റ്റോർ ചെയ്യും. ഏറ്റുപറഞ്ഞ് കർത്താവിങ്കിലേക്ക് അവൻ്റെ മുഖമന്വേഷിക്കാൻ മടങ്ങി വന്നാൽ മതി. No matter how we know each other, how do we all know each other, we are not too sure, but we are very sure how much we all know ourselves. So how much we are able to know and how much we are able to accept our shortcomings and come back to God in a humbling way. And if we turn after God, God will have mercy and God will forgive us our sins and God will restore us back to his original position. 2 Chronicles 15 verse number 3 and 4 വായിക്കുന്നൊരു കാര്യമുണ്ട്. അവർ തങ്ങളുടെ ഞെരുക്കത്തിൽ
ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയെങ്കിലേക്ക് തിരിഞ്ഞ് അവനെ അന്വേഷിച്ചപ്പോൾ അവൻ അവരെ വിടുവിച്ചു. വാക്യം കണ്ടോ? Amen. 2 Chronicles chapter 15 verses 3 and 4 also we can see when they humbled himself and when they returned, God actually had compassion on them and he rescued them. Praise the Lord. Hallelujah. പ്രിയപ്പെട്ടവരെ, മനശ്ശെ പോലെ ദുഷ്ടനായവനെ ദൈവമുഖം അന്വേഷിക്കാൻ തീരുമാനിച്ചപ്പോൾ റീസ്റ്റോർ ചെയ്തെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് ഏതെങ്കിലും നിലയിൽ അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ വചന കേൾവി, ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന സെഷൻ ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നത് അവങ്കിലേക്ക് ഇന്ന് പകൽ ഒന്നുകൂടെയും തിരിഞ്ഞു വന്നാൽ മനസ്സെ റീസ്റ്റോർ ചെയ്ത നമ്മുടെ ദൈവ സ്വഭാവത്തിന് ഒരു വ്യത്യാസവും ഇല്ല. അവൻ നിങ്ങളെയും റീസ്റ്റോർ ചെയ്യും. Stotram, after hearing this word of God, if you are planning to repent and to turn back, then the God of Manasseh, who restored Manasseh from his wicked ways, though he was such a wicked and cruel king, since he humbled and he repented, God restored Manasseh. In the similar way, you and I also will be restored back if you truly repent today. കഷ്ടത മാറാനാണ് ദൈവം അന്വേഷിക്കുന്നതെങ്കിൽ താങ്ക് ഗോഡ്, കഷ്ടത കർത്താവിനോട് എന്നെ അടുപ്പിക്കുന്നല്ലോ, അതോർത്ത് ദൈവത്തിന് സ്തോത്രം. So whenever you face trials or troubles, if that causes you to come back to God and to be repentful, then thank our God. അത് മാത്രമല്ല, സാം നമ്പർ 63 എല്ലാവരും ഒന്ന് വന്നേ. എന്തിനാ ദൈവമുഖം അന്വേഷിക്കുന്നതെന്ന് അവിടെ സാമിസ്റ്റ് പറയുന്നുണ്ട്. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ എന്ത് ചെയ്യും? അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ള നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അവിടെ അന്വേഷിക്കുന്നു, ദാഹിക്കുന്നു, കാംക്ഷിക്കുന്നു. രണ്ടാം വാക്യം, വിശുദ്ധ മന്ദിരത്തിൽ ഞാൻ നിന്നെ നോക്കിയിരിക്കുന്നു. എല്ലാം സെയിം മീനിങ് ആണ്. We can see again psalmist is saying in 63, I am seeking you so earnestly, I am yearning for you, and I am in a dry and weary land where there is no water. Similarly, I am longing for you, and I have seen you, and I am looking forward to see you in the sanctuary. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഈ വാക്യം പോലെ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ? അവനായിട്ടൊരു ദാഹമുണ്ടോ, ഒരാഗ്രഹമുണ്ടോ, ഒരു പറ്റുമാനമുണ്ടോ, സ്നേഹമുണ്ടോ? കർത്താവിനോട് ചേർന്നിരിക്കാൻ, കർത്താവിനോട് അടുത്തിരിക്കാൻ എത്ര പേരുടെ ഹൃദയത്തിനകത്ത് ആഗ്രഹമുണ്ട്. ഉപവാസത്തിലും പ്രാർത്ഥനയിലും അത് സംഭവിക്കുന്നില്ലെങ്കിൽ വേസ്റ്റാണ്. Hallelujah. Similar to the psalmist, how much craving or how much earnestness do we all have to sit with God and to spend some time alone with the presence of God? If we do not have that type of attributes, then fasting and praying is a waste. എനിക്ക് ഈ 63 സങ്കീർത്തനത്തിൽ വളരെ ബലം നൽകിയൊരു വാക്യമുണ്ട്. 8ാം വാക്യം എന്താ എഴുതിയേക്കുന്നത്? ഇംഗ്ലീഷ് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. മൈ സോൾ ക്ലിങ്സ് ടു യു. എന്താ വാക്യം? എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. Amen. Psalm 63:8 is a very beautiful verse. It says that psalmist is saying, my soul clings to you. പ്രിയപ്പെട്ടവരെ, ഫാസ്റ്റിംഗിൽ ഇതുണ്ടാകണം. During fasting, this attribute should be revealed in us. പ്രാർത്ഥന എന്തുകൊണ്ടാണ് ബോറാകുന്നതെന്നറിയാമോ? Do we know why our prayers are getting bored? നമ്മുടെ ചില ആളുകൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഈ ലോക്കൽ ചർച്ചിൻ്റെ കാര്യമല്ല, ലോക്കലി നമ്മളിങ്ങനെ നമ്മുടെ ചർച്ചകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു എന്താ പറയുക, ഒരു മ്യൂസിക്കും സൗണ്ടും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു മൂഡ് വരത്തുള്ളൂ എല്ലാ കാര്യത്തിനും. പക്ഷെ നോ, ഇതുണ്ടോ, സാമിസ്റ്റ് ഒറ്റയ്ക്ക് പറയുന്ന കാര്യമാണ്, എൻ്റെ ഉള്ളം ദൈവത്തോട് പറ്റിയിരിക്കുന്നു. We can see that psalmist is saying that my soul clings to you. ഡ്യൂട്രോണമിയിൽ നിരവധി പ്രാവശ്യം ഒരു വാക്ക് ആവർത്തിക്കുന്നുണ്ട്, നിങ്ങൾ എന്നോട് ചേർന്നിരിക്കണം. Deuteronomy, we can see several areas, a verse, you have to sit with me. Cleave unto me. Cleave unto me. അങ്ങനെ ചേർന്നിരിക്കുന്ന കർത്താവ് ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് എന്തിനാണെന്നറിയാമോ? തന്നോട് കൂടെയിരിക്കാനും. അങ്ങനെങ്കിൽ എപ്പോഴൊക്കെയാണ് നമ്മൾ എന്തിനൊക്കെയാണ് ദൈവമുഖം അന്വേഷിക്കുന്നത്? ഒന്ന്, എൻ്റെ ക്രൈസിസിൽ നിന്ന്, എൻ്റെ ഡിസ്ട്രസ് മാറാനായിട്ട്. രണ്ട്, എൻ്റെ ഉള്ളത്തിന് അവനോടുള്ള ആഗ്രഹം.
Amen. When do we need to seek the Lord? Whenever we are in distress, we are always seeking after the God. And also next is whenever we need to have when you have an earnest desire to sit with a person, that time also you need to seek after God. ഒന്നാമത്തേത് when did we seek the face of the Lord? രണ്ടാമത്തേത് how do we seek the face of the Lord? എങ്ങനെയാണ് ദൈവമുഖം അന്വേഷിക്കേണ്ടത്? ഒന്ന് എപ്പോഴൊക്കെയാണ്, രണ്ട് എങ്ങനെയാണ്. First we thought that when do we need to seek after God, and second is how did we seek the face of God. ഒരു വാക്യം ഞാൻ ഇന്നലെയൊക്കെ വളരെ ധ്യാനിച്ചൊരു വാക്യമാണ്. ഫസ്റ്റ് ക്രോണിക്കിൾസ് 20-19. അവിടെ ഒരു വളരെ വ്യത്യസ്തമായ പ്രയോഗങ്ങളുണ്ട്. ഫസ്റ്റ് ക്രോണിക്കിൾസ് 20-19 ഇങ്ങനെ വാക്യം: ദൈവത്തെ അന്വേഷിക്കുവാൻ ഹൃദയവും മനസ്സും ഏൽപ്പിച്ചു കൊടുക്കുവിൻ. വാക്യം കണ്ടോ? First Chronicles chapter 22 verse 19, a beautiful verse. Now set your heart and your soul to seek the Lord your God. എത്ര മനോഹരമായിട്ട് എഴുതിയേക്കുന്ന, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ദൈവത്തെ അന്വേഷിപ്പാൻ നിങ്ങളുടെ മനസ്സും ഹൃദയവും ഏൽപ്പിച്ചു കൊടുക്കുവിൻ. Set your heart and your soul to seek the Lord your God. ഈ കൂട്ടത്തിലിരുന്ന് പാട്ട് പാടാനും കൂട്ടത്തിലിരുന്ന് കൈ അടിക്കാനും ഒക്കെ എളുപ്പമാണ്. It is always easy to sit with the public or sit and sing along with others. നമുക്ക് തന്നെ അറിയാം, ഒരു ശ്രദ്ധയില്ലാതെ ചുമ്മാ കൈ അടിക്കാം അല്ലേ? We also know even without having any careful attention we can clap our hands. പക്ഷേ എങ്ങനെ ആയിരിക്കണം ദൈവമുഖം അന്വേഷിക്കേണ്ടത്? എത്ര ബ്യൂട്ടിഫുൾ ആണ്. ദൈവത്തെ അന്വേഷിക്കുവാൻ ഹൃദയവും മനസ്സും ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനാണോ? How do we need to seek after the Lord? We have to set our heart and our soul to seek the Lord our God. ഇഷ്ടം പോലെ വാക്യങ്ങൾ അതിനോട് ചേർന്നുണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ അവനെ അന്വേഷിപ്പീൻ. ഈ വാക്യം ഓൾഡ് ടെസ്റ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. വിത്ത് ഓൾ യുവർ ഹാർട്ട്, വിത്ത് ഓൾ യുവർ മൈൻഡ്, സെറ്റ് യുവർ മൈൻഡ് ആൻഡ് ഹാർട്ട് ടു സീക്ക് ദ ഫേസ് ഓഫ് ദ ലോർഡ്. Amen. We can see in several areas in the Old Testament, seek your God with all your heart, with all your mind and with all your strength. എങ്ങനെയാ ദൈവത്തെ അന്വേഷിക്കണ്ടേ? How do we need to seek the Lord? വിത്ത് ഓൾ യുവർ ഹാർട്ട്. With all your heart. പൂർണ്ണ ഹൃദയത്തോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹൃദയത്തിൽ വേറെ ഒന്നിനും സ്പേസ് ഇല്ല. മീ ആൻഡ് മൈ ക്രൈസ്റ്റ്. Amen. With all our heart means that there is no other space to have for anything else. ഇത് കേട്ടിട്ട് ഒരു സ്തോത്രം എന്ന് പറയാമോ? Hallelujah. സാധാരണ പറയുന്ന ഉപദേശി ന്യൂ ടെസ്റ്റ്മെന്റ് പോള് മാത്രമേ പറയത്തുള്ളൂ. അതുകൊണ്ടാണ് സ്തോത്രം പറയാത്തത്. ഞാൻ പോളിൻ്റെ കാര്യം പറഞ്ഞു പോലുമില്ല. സത്യത്തിൽ സഭായോഗത്തിൻ്റെ പോള് പറഞ്ഞതാണ് പറയേണ്ടത്. കാര്യം 1-ാം നൂറ്റാണ്ടിലെ സഭ അപ്പോസ്തലന്മാർ ഉപദേശം കേൾക്കാനാണ് കൂടി വന്നത്. പിന്നെ ഇടയ്ക്കൊരാശ്വാസവും നമ്മളെന്താ പറയുക, നമ്മുടെ ആ കുറവുകളൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ പഴയ നിയമം എന്തിനാണ് വന്നേക്കെന്ന് അറിയാമോ? അവർക്ക് പറ്റിയ അബദ്ധം നമുക്ക് പറ്റരുത്, അവരുടെ നല്ല മാതൃക നമുക്ക് പിന്തുടരണം. ഈ രണ്ട് പർപ്പസേ ഉള്ളൂ ഓൾഡ് ടെസ്റ്റ്മെന്റ്. അല്ലാതെ അവർക്ക് കനാൻ ദേശം കൊടുത്തുകൊണ്ട് നമുക്ക് കനാൻ ദേശം കിട്ടുമെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. Hallelujah. Do you know why we need to study Old Testament? Because whatever examples set before us, that pitfalls should not happen to any one of us, but whatever good examples are set before us, we can follow after that character. That is the reason we need to read and meditate on Old Testament. But it is a mandatory that every Sundays, apostles, whatever the doctrines of the apostles, we need to meditate upon it. രണ്ട് കാര്യം: എപ്പോഴൊക്കെ അന്വേഷിക്കണം, എങ്ങനെ അന്വേഷിക്കണം. 2 points. When are we seeking God? When do we need to seek after God? And also, how did we seek the face of God? ഇതെല്ലാം എന്തിനാ ശാന്തമായിട്ട് പറയുന്നറിയാമോ? ഹൃദയത്തിൽ എഴുതി വെക്കണം. Why I am saying this very slowly? Because you need to write all this in the tablet of your heart. കൃപാസനത്തിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുമ്പം ഇതെല്ലാം നമ്മുടെ മനസ്സിൽ വരണം. എല്ലാത്തിനെയും വിടണം. വിത്ത് ഓൾ യുവർ ഹാർട്ട്, വിത്ത് ഓൾ യുവർ മൈൻഡ്, സെറ്റ് യുവർ മൈൻഡ് ആൻഡ് ഹാർട്ട് ടു സീക്ക് ദ ഫേസ് ഓഫ് ദ ലോർഡ്. അത് സെറ്റ് ചെയ്യാൻ കഴിയാത്തതിന് തടസ്സമായിട്ടുള്ളത് മാറാനായിട്ട് ഉപവസിക്കണമെങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. Amen. Whenever we approach the throne of grace, we need to set our heart and mind and soul. How we can set our heart and soul to seek the Lord? By fasting and praying. If there are certain barriers, you are unable to seek completely or fully, then you need to separate some time to fast and pray to remove that barrier. മൂന്നാമത്തെ കാര്യം, വാട്ട് ഈസ് അവർ കോൺഫിഡൻസ് ഇൻ സീക്കിംഗ് ദ ഫേസ് ഓഫ് ദ ലോർഡ്. ദൈവത്തെ അന്വേഷിക്കുമ്പോൾ എന്ത് ഉറപ്പ്
ഉറപ്പിലാണ് നമ്മൾ അന്വേഷിക്കുന്നത്. വാട്ട് ഈസ് ദ കോൺഫിഡൻസ് ഓഫ് സീക്കിംഗ് ദ ഫേസ് ഓഫ് ദ ലോർഡ്? Amen. What basis of confidence we have when we seek after God? എന്താ കർത്താവിനെ അന്വേഷിക്കുന്നത് നമ്മുടെ കോൺഫിഡൻസ്? തിരുവഴുത്തിലെ വാക്യം തന്നെ പറഞ്ഞാൽ മതി, നിങ്ങൾ എന്നെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ നിങ്ങൾ എന്നെ കണ്ടെത്തും. Amen. There is a confidence. How we can get the confidence of if we seek the God we will find. We can see throughout the scripture, a lot of scripture states that if you seek after me completely, then you will be found by me. Psalm 34:4 ഞാൻ യഹോവയോട് അപേക്ഷിച്ചതാണ് മലയാളം ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്നത്. I sought the Lord. Amen. He heard me and he delivered me. ഞാൻ ദൈവത്തെ അന്വേഷിച്ചു, അവൻ എന്നെ കേട്ടു, അവൻ എന്നെ വിടുവിച്ചു. അതാണ് നമ്മുടെ കോൺഫിഡൻസ്. The confidence we can see an example. Psalmist is saying, I sought the Lord and he answered me and delivered me from all my troubles. ആമോസിൻ്റെ പ്രവചനം ആമോസ് 5:4-6 ഒരു വാക്യം 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആമോസ് ചാപ്റ്റർ 5:4-6 2 വാക്യം 2 ടൈംസ് ആ വാക്യം റിപ്പീറ്റ് ചെയ്യുന്നു. സീക്ക് ദ ഫേസ് ഓഫ് ഗോഡ് ആൻഡ് ലീവ്. നിങ്ങൾ എൻ്റെ മുഖം അന്വേഷിച്ചാൽ ജീവിക്കും എന്നെഴുതിയേക്കുന്നത്. എന്ന് പറഞ്ഞാൽ സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകാൻ, ആത്മീയ ചൈതന്യം ഉണ്ടാകാൻ, അകത്ത് ഉന്മേഷം ഉണ്ടാകാൻ, കർത്താവിനോടുള്ള ബന്ധം ഊഷ്മളമാകാൻ. യു സീക്ക് ദ ഫേസ് ഓഫ് ഗോഡ് ആൻഡ് ലീവ്. We can see Amos, the small prophet, is saying in chapter 5, seek me that you may live. And മതി. Seek me that you live. that you may live. Amen. Hallelujah. മൂന്നാമത്തെ കാര്യം മനസ്സിലായോ? എന്തിനാ അന്വേഷിക്കുന്നത്? Why do ഉറപ്പാണ് ഞങ്ങൾക്ക് ആ കാര്യം. അവർ കോൺഫിഡൻസ് ഓഫ് സീക്കിംഗ് ദ ലോർഡ്. Amen. Confidence of seeking after God. സങ്കീർത്തനം 9:10 Psalm number 9:10 ദൈവമേ, Amen. നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമല്ലേ? ദൈവമേ. Hallelujah. എല്ലാവരും ആ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ്, ദൈവമേ, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. Psalmist again says in number 9:10, for you, O Lord, have not forsaken those who seek you. എന്നെ വളരെ ബലപ്പെടുത്തിയേക്കുന്ന മറ്റൊരു വാക്യമുണ്ട്. 2 Chronicles 30:9. 2 Chronicles chapter 30:9. നാം ദൈവത്തെ അന്വേഷിച്ചാൽ അവൻ നമ്മെ നോക്കാതെ വണ്ണം അവൻ്റെ മുഖം തിരിച്ചു കളയുകയില്ല. Again, that's a beautiful verse in 2 Chronicles chapter 30:9. For if you return to the Lord, your brothers and your sons will find compassion before those who led them captive. And he will not, for the Lord your God is gracious and compassionate and will not turn his face away from you if you return to him. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ബന്ധമാണ് നമുക്കുള്ളത്. നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ചില സാഹചര്യത്തിലൊക്കെ ഇന്നയാൾ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ ചിന്തിച്ച് എത്രയോ സാഹചര്യങ്ങളുണ്ടല്ലേ? ഞാനുണ്ട്, ഒത്തിരി അങ്ങനെയൊക്കെ ചിന്തിച്ച് ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അവരൊക്കെ മുഖം മറച്ച്, നമുക്കൊക്കെ അത് ചിലപ്പോഴൊക്കെ വേദനയായിട്ടൊക്കെ ഉണ്ടാകാം. പക്ഷേ അതൊന്നും ഉണ്ടാകാൻ പാടില്ല ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഒരിക്കൽ പോലും നമ്മൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ മുഖം തിരിച്ച് കളയാത്ത ഒരു ദൈവം ഉണ്ടെന്നുള്ളതാണ് എൻ്റെ കോൺഫിഡൻസ്. Amen. As a child of God, what is our confidence? No matter what is happening in our life, and when we expect certain help comes from certain men or certain other people, but our Lord is such a compassionate Father. He is promising that if you seek after God wholeheartedly, He is giving us a promise, I will not turn my face away from you if you return to me. തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ നല്ലവൻ. ലെമന്റേഷനിൽ വായിക്കുന്ന വാക്യ, തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ നല്ലവൻ. Lamentations, we are seeing that God is good to those who seek after him. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എബ്രായലേഖനം 4:16 വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ധൈര്യത്തോടെ കർത്താവിൻ്റെ കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് നമുക്ക് വരാം. ഇതാരാ പറഞ്ഞെന്നറിയാമോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെയാണ് പറഞ്ഞത്. ധൈര്യത്തോടെ. കാര്യം എന്നാ? എനിക്കുറപ്പാണ്, ആരെല്ലാം മുഖം മറച്ചാലും, ആരെല്ലാം എന്നെ കണ്ടില്ലെന്ന് വെച്ചാലും മുഖം തിരിക്കാത്ത ഒരുവൻ എനിക്കായിട്ട് സദാ ജാഗരിക്കുന്നു. That is my confidence. Amen. Our Lord Jesus himself stating that when I faced
when I looked into my father's face, he didn't turn away his face, because that is the promise. He is saying that, therefore, let us draw near with confidence to the throne of grace, so that we may receive mercy and find grace to help in time of need. നാലാമത്തെ കാര്യം കണ്ടീഷൻസ്. കർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടീഷൻസ് ആണ്. And ആ fourth കണ്ടീഷൻ ദൈവകൃപയാലാണ് നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നത്. ദാറ്റ് ഇസ് അനദർ മാറ്റർ. and the conditions to seek the face of God. 2 Chronicles 7:14 ഇന്നലെ വൈകിട്ട് ഞാൻ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിഞ്ഞ് എൻ്റെ മുഖം, വാക്യം കണ്ടോ, താഴ്ത്തണം. എന്താ താഴ്മയെന്ന് പറഞ്ഞാൽ മിണ്ടാ കണക്കുന്നതാണോ? അല്ല. There is a condition to seek the face of God. What is the condition? It is showing in 2 Chronicles chapter 7 verse 14. My people, you have to humble themselves and pray and seek my face and turn from their wicked ways. നമ്മളെ തന്നെ താഴ്ത്തണം. We have to humble ourselves. What is the meaning of humbling എന്ന് ourselves? പറഞ്ഞാൽ എനിക്ക് എന്നെപ്പറ്റി തന്നെ ചിന്ത ഉണ്ടായിരിക്കണം. ഐ ആം ബിഗ് സീറോ, ബൈ ഗോഡ്സ് ഗ്രേസ് ആണ് ഞാൻ ജീവിക്കുന്നത്. അതാണ് ഹംബിൾനെസ്. What is the meaning of humbleness? Humbleness is we need to examine ourselves and accept the fact that I am a big zero. Praise the Lord. Hallelujah. ഫസ്റ്റ് കണ്ടീഷൻ ഹ്യൂമിലിറ്റി. First condition is humility. കർത്താവാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. തങ്ങളെ തന്നെ താഴ്ത്തി. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. Amen. The best example to show for humility is our Lord Jesus Christ. He emptied himself. രണ്ടാമതൊരു കണ്ടീഷനോടെ ഉണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. സാം നമ്പർ 119 verse 2. Again, there is an example in Psalm 119:2. What is the condition? അത് ശ്രദ്ധിച്ചു കേട്ടാണ് ദൈവസഭ മുഴുവൻ. അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുവിൻ. How blessed who seek him with all their heart, and how blessed are those who observe his testimonies. എന്താ അർത്ഥം? എങ്ങനെ കണ്ടീഷൻ എന്താ പറഞ്ഞേക്കുന്നത്? അവൻ്റെ സാക്ഷ്യങ്ങളെ, എന്താ അവൻ്റെ സാക്ഷ്യം? Observe his testimonies. What is the meaning? What is his testimony? What is his testimony? This is his testimony. Scripture is the testimony. അത് ഒബ്സർവ് ചെയ്തു വേണം. രണ്ട് കണ്ടീഷൻ, ഹ്യൂമിലിറ്റി ആൻഡ് ഒബീഡിയൻസ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ എല്ലാം ശരിയായി. Hallelujah. We need two things, humility and observing his word of God. If these two have in our heart, then everything will get straight. ഒരു കാര്യം കൂടെ ഉണ്ട്, റിവാർഡ് ഓഫ് സീക്കിംഗ് ഗോഡ്. And one more thing, there is a reward for seeking God. ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് എസ്രാ 8:22 വായിക്കുന്ന ഇങ്ങനെയാണ്, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവൻ്റെ കൈ അനുകൂലമായിരിക്കുന്നു. Ezra chapter 8 verse 22. If you follow after God and if you obey him, his hand is always with them. അതാ ഒന്നാമത്തെ റിവാർഡ്. അവൻ്റെ കരം ആരുടെ കരം അനുകൂലമായിരുന്നില്ലെങ്കിലും കർത്താവിൻ്റെ കരം അനുകൂലമായാൽ മതി. സാം നമ്പർ 69:32, ദൈവത്തെ അന്വേഷിക്കുന്നവർ ഹൃദയം എന്നേക്കും ജീവിക്കും. ഫസ്റ്റ് ക്രോണിക്കിൾസ് 16:10, ദൈവത്തെ അന്വേഷിക്കുന്നവർ ഹൃദയം സന്തോഷിക്കും. സാം നമ്പർ 34 verse 10, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. സാം നമ്പർ 22 verse 26, അവനെ അന്വേഷിക്കുന്നവർ നിത്യകാലം അവനെ സ്തുതിക്കും. That is the reward of seeking God. Amen. Those who seek God, they will not be disappointed. Amen. Hallelujah. മഹാപുരോഹിതൻ്റെ ബെനഡിക്ഷൻ ഉണ്ട് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ. ഇങ്ങനെയാണ് നമ്പർ 6:25 and 26. ഇങ്ങനെ വാക്യം മഹാപുരോഹിതൻ അനുഗ്രഹിക്കുകയാണ്. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം. We can see the great benediction in the book of Numbers, chapter 6, verse 24 and 25 and 26. The Lord bless you and keep you. The Lord make his face shine on you and be gracious to you. The Lord lift up his countenance on you and give you peace. 80-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം ആവർത്തിക്കുന്നുണ്ട്. ഇതാണ്, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. And again we can see in Psalm 80, we can see that, have mercy on us in order to restore us, cause your face to shine upon us. അത് റിപ്പീറ്റ് ചെയ്യാണ്, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിക്കണമേ. Your face, please make it shine upon us so that we will be saved. ഞാൻ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, ദൈവത്തെ അന്വേഷിപ്പീൻ എന്ന് നിന്റെ പക്കൽ നിന്ന് കൽപ്പന വന്നിരിക്കയാൽ നമുക്ക് ദൈവത്തോട് പറയാം, ദൈവമേ ഞങ്ങൾ നിന്റെ മുഖം അന്വേഷിക്കും.
I like to say in this way, seek his face is a commandment from God. So therefore we can say that we are going to seek the face of God. 2 കണ്ടീഷൻ മറക്കരുത്. വിത്ത് ഹ്യൂമിലിറ്റി ആൻഡ് ഒബീഡിയൻസ് ഓഫ് ദ സ്ക്രിപ്ചർ. The conditions how to seek the face of God with humility and also with based upon scripture.